you on a Friday. Halfway out at the door of the club, playing soul on the weekends. Stayed in bed till Wednesday. Fell in love with you. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കൊറിയൻ സ്കിൻ കെയർ റൊട്ടീനാണ്. അവരുടെ സ്കിൻ കെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റേസ് വാട്ടർ ഷീറ്റ് മാസ്ക് ആണ്, ഫേസ് ഷീറ്റ് മാസ്ക് ആണ്. അവർക്ക് കൊറിയൻ ആൻഡ് ജാപ്പനീസ് സ്കിന്ന് നമുക്കറിയാം ഭയങ്കര ഗ്ലോ ആണ്. അപ്പോൾ അവർക്ക് ഒരുപാട് സ്കിൻ കെയർ സ്റ്റെപ്സ് ഉണ്ട്. അപ്പം ഇന്ന് അവരുടെ സ്കിൻ കെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷീറ്റ് മാസ്ക് ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള അവരുടെ സ്കിൻ കെയർ വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം. അപ്പം ഇവരുടെ സ്കിൻ കെയർ എന്ന് പറയുന്നത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ഹാർഷ് ഫ്രീ ഇൻഗ്രീഡിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവർ സ്കിൻ കെയർ റൊട്ടീനിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സ്കിന്നിലൊക്കെ ഭയങ്കര ഒരു ഗ്ലാസ് ടൈപ്പാണ് അവരുടെ സ്കിൻ. അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഓയിൽ ക്ലെൻസിങ്. അപ്പം ഫസ്റ്റ് ഞാനിവിടെ എടുക്കുന്നത് ഒരു കോക്കനട്ട് ഓയിലാണ്, 100% പ്യുവർ ആയിട്ടുള്ള. അതിനകത്ത് ഒരു സ്പൂൺ കോക്കനട്ട് ഓയിൽ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് വാട്ടർ മിക്സ് ചെയ്തിട്ടാണ് ക്ലെൻസ് ചെയ്യുന്നത്. അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓയിൽ ക്ലെൻസിങ് എന്ന് പറയുന്നത്. അപ്പം ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം ഹെയർ ഒക്കെ ബാക്കിലോട്ട് വെക്കുക. എന്നിട്ട് മാത്രം ഓയിൽ ക്ലെൻസിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നും ഫേസിലൊക്കെ മുടി വന്ന് വീണിട്ട്. എന്നിട്ട് നന്നായിട്ട് ഫേസ് ഫുള്ള് ഓയിൽ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു 2-3 മിനിറ്റ്സ്, മാക്സിമം ഒരു 3 മിനിറ്റ്സ് നമ്മൾ മസാജ് ചെയ്തുകൊണ്ടിരിക്കുക. മസാജ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുക. ഇതുകൊണ്ട് നമുക്ക് കുറേ ഗുണങ്ങളുണ്ട്. ഒന്നെങ്കിൽ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും, അതുപോലെ തന്നെ നമ്മളുടെ ഐലാഷസിന് നല്ലതാണ്, ഐബ്രോസിന് നല്ലതാണ്. ഇതിനെല്ലാം നമുക്ക് കോക്കനട്ട് ഓയിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഒരു 2-3 മിനിറ്റ്സ് മസാജ് ചെയ്തതിന് ശേഷം കമ്പൽസറി ആയിട്ട് ഒരു ഫേസ് വാഷ് ഇട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഫേസിൽ ഓയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിമ്പിൾസ് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യാൻ പറയുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് കാണാം ഫേസ് നല്ല ക്ലീനായി, ഡേർട്ടൊക്കെ പോയി, നമുക്ക് നല്ലൊരു ഗ്ലോയിങ് കിട്ടി. കാരണം നമുക്കൊന്ന് മസാജ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടെ ഒന്ന് ഗ്ലോ ആവും. അടുത്തയാണ് അവരുടെ ഇമ്പോർട്ടൻറ്റ് റേസ് ഷീറ്റ് മാസ്ക്. അതിനുവേണ്ടി ഞാനിവിടെ എടുക്കുന്നത് ഒരു സ്പൂൺ അലോവേര ജെല്ലാണ്. നമുക്ക് പ്യുവർ അലോവേര ജെൽ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. ഒരു 2 സ്പൂൺ അലോവേര ജെൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് സ്ക്വീസ് ചെയ്ത് ഒഴിക്കുന്നുണ്ട്. ഗ്ലിസറിൻ ഉണ്ടെങ്കിൽ ഗ്ലിസറിൻ നമുക്ക് ഒഴിക്കാം. അതിനുശേഷം ഞാൻ റൈസ് വാട്ടർ, അതായത് കഞ്ഞിവെള്ളം ഒരു ഹാഫ് ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു എസെൻഷ്യൽ ഓയിൽ ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. എസെൻഷ്യൽ ഓയിൽ ഓപ്ഷണലാണ്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. കാരണം നമ്മളുടെ അലോവേര ജെൽ അല്ലെങ്കിൽ അടിയിൽ കട്ടയായിട്ട് കിടക്കും. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഡ്രൈ ഷീറ്റ് മാസ്ക്, ഇത് ആമസോണിൽ അവൈലബിൾ ആണ്, നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു പാക്കറ്റ് എടുത്താൽ മതി. ഒരു പാക്കറ്റ് ഡ്രൈ ഷീറ്റ് മാസ്ക് എടുത്തിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടാൽ മതി. അപ്പം ഒരുപാട് കമ്പനീസിൻ്റെ ഉണ്ട്. കോട്ടൺ ആണിത്, വളരെ നല്ലതാണ്. നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാം വൺസ് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിനകത്ത് വെക്കുക. ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുക്കുക. അപ്പോഴത്തേക്ക് ആ ജെല്ലും അതുപോലെ തന്നെ റൈസ് വാട്ടറും അതുപോലെ തന്നെ എസൻഷ്യൽ ഓയിലും എല്ലാത്തിൻ്റെയും കൂടെ ഒരു ഫ്ലേവർ നമ്മുടെ ഷീറ്റ് മാസ്കിലായിട്ടുണ്ടായിരിക്കും. നല്ലൊരു കൂളിങ്ങും കിട്ടും. അപ്പോൾ അതിനുശേഷം നമ്മൾ പതുക്കെ എടുക്കുക. കോട്ടൺ ആയതുകൊണ്ട് തന്നെ, സോക്ക് ചെയ്തതുകൊണ്ട് തന്നെ നമുക്കത് കീറാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് എടുത്തിട്ട് നമ്മളുടെ ഫേസിലേക്ക് വെക്കുക. അത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടി വരും. പൊതുവേ ഷീറ്റ് മാസ്ക് നമ്മൾ റെഡിമെയ്ഡ് മേടിക്കുമ്പോൾ അങ്ങനെയാണ്. അത് കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. ഗ്രീൻ സ്കിൻ കെയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള സ്കിൻ കെയർ ആണ്. ഇത് തന്നെ നമുക്ക് കാണാം. ഷീറ്റ് മാസ്ക് നമുക്ക് ഫേസിലിട്ടിട്ട് നമുക്ക് ഒന്നെങ്കിൽ ബുക്കൊക്കെ വായിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉറങ്ങാം. 5-10 മിനിറ്റ്സ് റിലാക്സ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ബുക്ക് വായിക്കാം, മൊബൈലിൽ നോക്കാം. നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഷീറ്റ് മാസ്ക് ഇട്ടിട്ട് ചെയ്യാൻ പറ്റും. കാരണം വളരെ റിലാക്സിങ് ആണിത്, നമ്മളുടെ ഫേസിൽ ഒട്ടിയിരുന്നോളും. പിന്നെ അതിനകത്തുള്ള ഫ്ലേവർ നമ്മൾ കുറച്ചെടുത്ത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. അത് കളയുന്നതിന് മുന്നേ ഒന്നും കൂടി അതിൻ്റെ പുറത്തേക്കൊന്ന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ്സ്, മാക്സിമം ഒരു 20 മിനിറ്റ്സ് നിങ്ങൾ ഇട്ടിട്ടിരിക്കുക. അത് അപ്പോഴത്തേക്ക് ഉണങ്ങും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താണോ ജോലി ഉണ്ടെങ്കിലോ അത് നിങ്ങൾക്ക് ഫേസിലിട്ടിട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫേസ് മാസ്ക് റിമൂവ് ചെയ്യും. അതിനുശേഷം നമുക്കത് എടുക്കാം. എടുത്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവരുടെ സ്കിന്ന് പോലൊരു ഗ്ലാസ് ആയിട്ടുള്ളൊരു സ്കിൻ നമുക്ക് കിട്ടും. വളരെ സഡനായിട്ട് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് അങ്ങനെ ഒരു
ചേഞ്ചസ് കിട്ടും. നമ്മൾ വാങ്ങിക്കുന്ന ഷീറ്റ് മാസ്കിനേക്കാളും നമുക്ക് സഡനായിട്ടുള്ളൊരു എഫക്റ്റ് ഇതിൽ. മാസ്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു 1 മിനിറ്റ് മസാജ് ചെയ്യുക. കാരണം അതിൻ്റെ ഒരു ഫ്ലേവർ നമ്മുടെ ഫേസിലൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും. ഒരു 1 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ തുടച്ച് കളയേണ്ട, തനിയെ ഡ്രൈ ആയിക്കോളും. എന്നിട്ട് നമ്മളൊരു മോയ്സ്ചറൈസർ ഇടണം, അത് അത്യാവശ്യമാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ഗ്ലോ കിട്ടും. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴത്തേയും പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നെ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടൂ. അപ്പം ഇനിയും നല്ല വീഡിയോസുമായി കാണും വരെ ബൈ, ടേക്ക് കെയർ, ലവ് യു.